ഹിമാലയം ഇങ്ങനെ മനസ്സിൽ എല്ലാ കാലത്തും ഇപ്പോഴും അതങ്ങനെ തന്നെ ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ വിളിക്കുന്നൊരു മലനിരയാണ് ഹിമാലയം. അപ്പം അതിന് ഒരു ഏകദേശം 80 കാലഘട്ടത്തിൽ 80-84 രാജൻ കാക്കനാടൻ്റെ ഹിമവാന്റെ മുകളിൽ തട്ടിൽ അമർനാഥ് ഗുഹയിലേക്ക്, പിന്നെ തപോവന സ്വാമിയുടെ ഇമരി വിഹാരം, കൈലാസ ദർശനം, ഈ പുസ്തകങ്ങൾ വായിച്ച് ഭയങ്കരമായിട്ട് ഭ്രമിച്ചിട്ടുണ്ട്. ആ കാലത്ത് ചെറുപ്പക്കാരും ഹിമാലയത്തിലോട്ട് പോയത് ഇത്തരം പുസ്തകങ്ങൾ വായിച്ചിട്ട് തന്നെയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലെങ്ങനെ കിടക്കുന്നു ഹിമാലയം പോകണം എന്നുള്ള. അതിനിടയ്ക്കാണ് ഈ പശ്ചിമഘട്ട രക്ഷായാത്ര നമ്മൾ 84-85 ആ കാലഘട്ടത്തിൽ നമ്മുടെ ആ ഒരു യാത്ര നടത്തി മുഹമ്മദ് അലി എന്ന് പറഞ്ഞൊരു മനുഷ്യനെ പരിചയപ്പെട്ടു എന്ന് പറഞ്ഞ്. അത് ജാതി മതം അങ്ങനെയൊന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം ഹിമാലയം കൈരേഖ പോലെ, ഞാൻ അതുപോലെ ഹിമാലയത്തിൽ യാത്ര ചെയ്ത ഒരാളെയും കണ്ടിട്ടില്ല, തനിച്ച് യാത്ര ചെയ്യുള്ളൂ. അപ്പോൾ മൂപ്പര് ഞാൻ ആ യാത്രയിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയാണ്. അതായത് ഞാൻ ലക്ഷദ്വീപിൽ ഒരുപാട് യാത്ര ചെയ്ത് പോകുന്ന കേട്ടപ്പോൾ മൂപ്പർക്ക് ലക്ഷദ്വീപിൽ പോകണം. അപ്പോൾ പകരം ഞാൻ ചോദിച്ചത് എന്നെ ഹിമാലയത്തിൽ കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു എഗ്രിമെൻ്റ് തയ്യാറാക്കുകയാണ് ഞങ്ങൾ തമ്മിൽ. അതിനുശേഷം ഞാനിങ്ങനെ എൻ്റെ ഒരു പ്രണയ വിവാഹമായിരുന്നു. അപ്പോൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ജയന്തിനോട് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഹിമാലയത്തിൽ പോകും. അപ്പോൾ അവൾ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവർക്ക് അറിഞ്ഞൂടാ, നമ്മളങ്ങനെ പോകുന്നുള്ളതൊന്നും അറിഞ്ഞൂടായിരുന്നു. അങ്ങനെ കല്യാണം കഴിഞ്ഞു. ഒരു ഏകദേശം അപ്പോഴത്തേനും ഞാൻ പ്ലാൻ ചെയ്തു ഇങ്ങനെ പോകും, കുറച്ച് ദിവസം ഒരാഴ്ച കഴിഞ്ഞ് പോവും. അങ്ങനെ ഇതായി. അപ്പോൾ വീട്ടുകാർക്കും ആകെ മാരേജ് കഴിഞ്ഞിട്ടുള്ളൂ. മാരേജ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഒരു ജസ്റ്റ് രജിസ്റ്റർ മാരേജാണ്, അങ്ങനെയാണ്. അപ്പോൾ ഞാൻ തീരുമാനിച്ച് തീരുമാനിച്ചൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ ചെയ്യണം എന്നുള്ളൊരു കാര്യമുള്ള ഒരു ആളാണ്. അങ്ങനെ വീട്ടുകാരങ്ങനെ കാര്യമായിട്ട് ഇതില്ല, കാരണം അവർക്കറിയാം പോകുന്നുള്ള ഉറപ്പാണ്. കാരണം അതുവരെയുള്ളൊരു ലൈഫ് അവരുടെ മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എപ്പോൾ ഇഷ്ടപ്പെടുന്നു അപ്പോൾ കാട്ടിപ്പോകുന്നു, തിരിച്ചു വരുന്നു, ഇതൊക്കെ. പിന്നെ എങ്ങനെ പോയി കഴിഞ്ഞാലും കുഴപ്പമില്ലാതെ എത്തുമെന്ന് നമുക്ക് ഭയങ്കര വിശ്വാസമുണ്ട്. അങ്ങനെയുണ്ട്, ഒരു തല്ലിപ്പുള്ളി അങ്ങനെ അത്തരത്തിലൊന്നും പോയി പെടില്ല, അങ്ങനെയൊക്കെ ഒരു വിശ്വാസം ഉണ്ട്. അങ്ങനെ നമ്മൾ യാത്ര ട്രെയിനിൽ ബുക്ക് ചെയ്തു, യാത്ര വേണം. അപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ അതിനിടക്ക് കല്യാണം കഴിഞ്ഞ് ഞാൻ കുറച്ച് കാലം ഗൾഫിലായിരുന്നു. അപ്പോൾ ഗൾഫിൽ പോകാൻ തന്നെ കാരണം ഒന്ന് മരുഭൂമിയോടുള്ള ഇഷ്ടം കാരണം ലോറൻസ് ഓഫ് അറേബ്യ, മെക്കയിലേക്കുള്ള പാത, ഇതൊക്കെ വായിച്ചിട്ട് മരുഭൂമി കാണണം എന്നുള്ള ഇതിൽ പോയി. അപ്പോൾ എൻ്റെ കസിൻസ് ഉണ്ട്, അവരെന്നെ കൊണ്ടുപോയത്. പിന്നെ അവിടെ നിന്ന് കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് ബാഗ്, ക്യാമറയൊക്കെ വാങ്ങണം എന്നുള്ള. അപ്പോൾ തിരിച്ച് വന്ന് ആദ്യത്തെ വരവ് ഇങ്ങനെ കല്യാണമുണ്ട്, വന്ന് വലിയ 2 റക്സാക്ക് വലിയ ബാഗ് വാങ്ങിയിട്ടാണ്. അന്ന് ഇവിടെ അത്തരം ബാഗുകളില്ല. അപ്പോൾ അതൊന്ന് മുഹമ്മദ് അലിക്ക് കൊടുത്ത്, ഒന്ന് ഞാനെടുത്ത്, പിന്നെ ഒരു സഗീർ. ഞങ്ങൾ 3 പേരും റിബലാണ്. ഇത് കാര്യത്തിലായാലും ഒരു റിബൽ രീതിയിലുള്ള അത്തരത്തിലുള്ള ഒരാൾക്കാരാണ്, നന്നായിട്ട് യാത്ര ചെയ്യുന്നതാണ്. അങ്ങനെ ഇതിൽ സാധനങ്ങളൊക്കെ നിറച്ചപ്പോൾ മൂപ്പരാണ് ഡ്രൈ ഫ്രൂട്ട്സാണ് കൂടുതൽ പിന്നെ ഈന്തപ്പഴം, കൊപ്ര, പച്ചക്കപ്പലണ്ടി, അതുപോലെ കശുവണ്ടി, അന്നൊക്കെ മൂപ്പരെ ഫോളോ ചെയ്യുന്ന അത്തരത്തിലുള്ള ഭക്ഷണങ്ങളും ഇതൊക്കെ ആയിട്ട് എന്നെ ട്രെയിനിലെ യാത്ര ചെയ്ത് കുറേ കരിക്കും മേടിച്ച് ട്രെയിനിലിട്ട് അങ്ങനെ യാത്ര ചെയ്ത് ഡൽഹി ചെന്ന് 2 ദിവസം സ്വസ്ഥമായിട്ട് ചെയ്ത് പിന്നെ അടുത്ത ദിവസം ഡൽഹിയിൽ നിന്ന് അവിടെ നിന്ന് ഹരിദ്വാറിലോട്ടുള്ള ബസ്സിൽ കയറി പോകും. ആ ബസ് യാത്രയൊക്കെ നല്ല രസമാണ്. കാരണം ഇടയിൽ ബസ് നിർത്തി കഴിയുമ്പോൾ ചാടി കയറി ബസ്സിൻ്റെ മേലെ കയറി ബാഗ് ഒന്നുകൂടി മുറുക്കി കെട്ടി പിന്നെ ചാടി താഴെ ഇറങ്ങി അടുത്ത് വന്ന ഗ്രാമീണരോട് സംസാരിച്ച് എനിക്ക് രസകരമായ ഇതായിരുന്നു. അങ്ങനെ ഹരിദ്വാരിൽ പോയി. അപ്പോൾ ഹരിദ്വാരൊക്കെ എൻ്റെ മനസ്സിങ്ങനെ ഡ്രീമാണ്. കാരണം ഹരിദ്വാരിൽ മണികൾ മുഴങ്ങുന്നു, ഞാൻ 3 നോവൽ വായിച്ച് ഇതൊക്കെ മനസ്സിലിങ്ങനെ കിടക്കുന്നതാണ്. അപ്പോൾ ഹരിദ്വാർ ഹിമാലയത്തിൻ്റെ തൊട്ടടുത്താണെന്നുള്ള അറിയാം. അതിനു മുമ്പ് ഡൽഹിയിൽ കുറച്ച് കാലം ഞാൻ പോയിരുന്നു. അത് ഹിമാലയം അടുത്തുള്ളതിൻ്റെ പേരിലായിരുന്നു എൻ്റെ മാർഷ്യൽ ആർട്സ് പഠിപ്പിക്കാനായിട്ട് 1 വർഷം. പക്ഷേ ഹിമാലയത്തിൽ പോകാണ്ട് തിരിച്ചു വന്നിട്ടാണ് പിന്നെ ഈ യാത്ര തുടങ്ങിയത്. അപ്പോൾ അത് കഴിഞ്ഞ് ഹരിദ്വാരിൽ പോയി 2 ദിവസം നാരായണാശ്രമം ഈ മുഹമ്മദ് അലിക്ക് പരിചയമുണ്ട്, അവിടെ 2 ദിവസം നിൽക്കുകയാണ്. അതിൻ്റെ അടുത്ത ദിവസം 2 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ ഋഷികേശിലോട്ട് പോയിട്ട് പിന്നെ അവിടെ 2 ദിവസം നിൽക്കുകയാണ്. ബ്രിഡ്ജ്, ഗംഗയുടെ മേലേക്കുള്ള ബ്രിഡ്ജിൽ കൂടെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കില്ല. അവിടെ അപ്പുറത്തുള്ള കാടുകളിൽ ഇതിൽ പോവുക, പൈൻ ഫോറസ്റ്റിൽ പോവുക. അങ്ങനെ
പിന്നെ അവിടെ നിന്ന് അടുത്ത ദിവസം ഇത് കഴിഞ്ഞപ്പോൾ നമ്മൾ അങ്ങോട്ട് തപോവനത്തിലോട്ട് പോകാനുള്ള തപോവനല്ല ഗോമുഖ് വരെ ബസ്സുണ്ട്. ആ ബസ്സിന് നമ്മൾ യാത്ര ചെയ്യുന്നത്. അത് കുറച്ച് ദൂരം ഇത് കൂടുതലുള്ള അതും രസകരമായ ഓരോ ഭംഗിയുള്ള ഒരുപാട് വില്ലേജൊക്കെ കാണുമ്പോൾ നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് ഓടിപ്പോകാൻ തോന്നും. ചില സ്ഥലത്ത് തൊട്ടടുത്ത ഒക്ടോബർ മാസം ഞങ്ങൾ തിരഞ്ഞെടുത്തത്. കാരണം ജൂൺ ജൂലൈ ഓഗസ്റ്റൊക്കെ ആൾക്കാർ സാധാരണ യാത്ര ചെയ്യുന്നത്. പക്ഷെ അത് ആ സമയത്ത് ഭയങ്കര ക്രൗഡായിരിക്കുന്നു മുഹമ്മദ് അലി പറയുന്ന. ഇത് തണുപ്പ് കൂടുതലാണ്, പക്ഷേ തിരക്കില്ല. നല്ല ഇത് ആകാശമൊക്കെ നല്ല ഭംഗി, നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു ഫ്രെയിം ഇതൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഇതിൽ നമ്മൾ ഇവിടെ ചെല്ലാണ് ഋഷിയേശിൽ ചെന്നിട്ട് ആണ് മറ്റേ ഇങ്ങോട്ട് ഇദ്ദേഹത്തിൻ്റെ, അതായത് സ്വാമി സുന്ദരാനന്ദയുണ്ട് അവിടെ. അതായത് തപോവന സ്വാമിയുടെ ശിഷ്യനായിരുന്നു സ്വാമി സുന്ദരാനന്ദ. ഇപ്പോൾ അടുത്തിടെ തന്നെ അദ്ദേഹത്തിനെ കുറിച്ച് പത്രങ്ങളിലുണ്ടായിരുന്നു. നന്നായിട്ട് ഫോട്ടോഗ്രാഫ് ചെയ്യും. അദ്ദേഹത്തിൻ്റെ ഫോട്ടോഗ്രാഫ്സ് എല്ലാം ഇവിടെ നാഷണൽ ജോഗ്രഫിയിലൊക്കെ വന്നിട്ടുണ്ട്. ഹിമാലയത്തിൻ്റെ ഉള്ളിൽ പോകാത്ത സ്ഥലമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാവരും ഒരു റിബൽ സന്യാസി എന്ന് പറയുന്നത്. അവിടെ ഉണ്ടാക്കുന്ന പരിഷ്കാരങ്ങൾക്കൊക്കെ മൂപ്പര് എതിരെ. കാരണം ബിൽഡിങ് കൂടിക്കഴിഞ്ഞാൽ പുള്ളിക്ക് അത് ഭയങ്കര അസ്വസ്ഥയാണ്. അത്തരം കാര്യങ്ങൾ നല്ല സംരക്ഷകനാണ്, പ്രകൃതി സംരക്ഷകനൊക്കെ കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവിടെ താമസിക്കാൻ സമ്മതിക്കില്ല എന്ന് പറയണ്ട. പക്ഷെ നമ്മൾ ചെന്നിട്ട് നമ്മളവിടെ താമസിപ്പിക്കാൻ, ഇത് പഴയ 100ഓളം വർഷം പഴക്കമുള്ള ഒരു ആശ്രമം. അത് ദേവദാരു മരങ്ങളുടെ ഇതും കൊണ്ട് പണ്ട് ഉണ്ടാക്കിയാണ്. അപ്പോൾ തപോവന സ്വാമിയും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ താമസിക്കുമ്പോൾ രാവിലെ പ്രസാദം തരുന്ന ചെറിയ ആപ്പിളാണ് അത്. പിന്നെ കുറേ ഫോട്ടോഗ്രാഫ്സ് എടുത്ത് കാണിച്ചു തന്നു. പിന്നെ അവിടെ നിന്നാണ് നമ്മൾ ഈ തപോവനത്തിലോട്ട് നടക്കുന്നത്. ആദ്യം ഗോമുഖിൽ പോകണം, പിന്നെ അവിടെ നിന്ന് തപോവനം. അതൊരു ഭയങ്കര നടത്തമായിരുന്നു, വല്ലാത്തൊരു നടത്തം എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് കല്ലും പാറയൊക്കെ കൂടി ഇടിഞ്ഞ് വീഴുന്ന ഒരു സൈഡുണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് ടൈം നോക്കി നിന്നിട്ട് പെട്ടെന്ന് പാസ് ചെയ്ത് പോകേണ്ട സ്ഥലങ്ങളാണ് അതൊക്കെ. പിന്നെ എൻ്റെ കൂടെ വന്ന ഇപ്പോൾ മുഹമ്മദ് അലി ആദ്യമേ പോയി, ഭയങ്കര സ്പീഡിൽ നടന്നത്. കാരണം അദ്ദേഹത്തിന് നല്ല പരിചയമാണ്. ഞാനും പിന്നെ സഗീറും മാത്രമാണ് പുറകിലുള്ളത്. അപ്പോൾ നമ്മൾ ഓരോ സ്ഥലത്തും ഭയങ്കര ബ്രീത്തിന് കുറച്ച് പ്രയാസം ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഓരോ മരങ്ങളും ആകാശവും ഇതൊക്കെ കൂടി കാണുമ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ എത്ര തണുപ്പുണ്ടെങ്കിലും ഇതിൽ പച്ചവെള്ളത്തിലാണ് കുളിക്കുന്നത്. അത് അങ്ങനത്തെ ഒരു രീതിയൊക്കെയാണ് അന്ന് പോള്, തലതോർത്തൂല അങ്ങനെയൊക്കെ ആയിരുന്നു. ഇങ്ങനെ നമ്മൾ ഇവിടെ എത്തി, ഗോമുഖ് എത്തി. ഗംഗ ഉത്ഭവിക്കുന്നത്, ഗംഗ അവിടെ ഒരു ഗുഹയെന്നാണ് വരുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഗ്ലേസിയറാണ്, കംപ്ലീറ്റ് ഐസ് സൈഡിൽ. അപ്പം കുറേ 2 ദിവസമായിട്ട് അവിടെ നിന്ന് നടന്ന് ഉള്ള ക്ഷീണവും ഇതൊക്കെ ഉണ്ട്. എന്നാൽ ശരി കുളിക്കാം. എൻ്റെ സൈഡിൽ പോയിട്ട് ഒറ്റ മുങ്ങി അതോടുകൂടി മരവിച്ചു ഞാൻ. അത് തിരിച്ചു വന്നപ്പോൾ മുഹമ്മദ് ചിന്ത എന്താ ചെയ്തത്? അപ്പോൾ പറഞ്ഞ് ഞാനിങ്ങനെ കുളിക്കാൻ ശ്രമിച്ചാണെന്ന് പറഞ്ഞു. ചെവിയൊക്കെ ഭയങ്കര പെയിനാണെന്ന് പറഞ്ഞു. ഇവിടെ സന്യാസിമാരൊരു കുളിക്കില്ല, ഒരു കൈ വെള്ളത്തിൽ മുക്കിയിട്ട് ഇങ്ങനെ കുടയുള്ളൂ, അതാണ് ഇവിടുത്തെ കുളി എന്ന് പറഞ്ഞ്. എനിക്കത് ഭയങ്കര അത്ഭുതം തോന്നി. പിന്നെ ഞാൻ വെള്ളത്തിൽ തൊട്ടിട്ടില്ല കേട്ടോ, അത്രയും ഭയം ഇപ്പോൾ വെള്ളത്തിൻ്റെ ഇത് കഴിഞ്ഞിട്ട്. ഇപ്പോൾ മുഹമ്മദ് അലിക്കൊരു ചെറിയൊരു കോൾഡും ഇതൊക്കെ കൂടി. അപ്പോൾ നിങ്ങൾ പോയിക്കോ, ഞാൻ ഇവിടെ നിന്നോളാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ സഗീറോട് ഗ്ലേസിയർ അതിൻ്റെ മേലൊരു ഗോമുഖിൻ്റെ മേലെ കൂടെ ഒരു ഇതുണ്ട്, അതിൽ കൂടെ ചവിട്ടി നമ്മൾ തപോവനത്തിലെത്തി. അവിടെ തപോവനത്തിലൊരു കേവുണ്ട്, ഒരു ഗുഹയാണ്. അവിടെ ഒരു ബംഗാളി ബാബ, നേരത്തെ തപോവന സ്വാമിയൊക്കെ വന്നിരുന്നത് ബംഗാളിൽ നിന്നുള്ളൊരു സന്യാസിയാണ് അവിടെ താമസിക്കുന്നത്. അപ്പോൾ നമ്മൾ പുറത്ത് ഒരു ടെൻറ്റ് കൊണ്ടുപോയിട്ടാണ് ഞങ്ങൾ ആ ടെൻറ്റിൽ താമസിക്കുന്നത്. പക്ഷേ അതൊക്കെ ഒരു കണക്ക് നോക്കി കഴിഞ്ഞാൽ കുറച്ച് മണ്ടത്തരം വരുന്നത്. കാരണം ഭീകരമായിട്ട് ഐസ് വീഴുന്ന സ്ഥലം. രാത്രിയൊക്കെ പെയിൻ എടുത്ത് ഇവിടെയൊക്കെ ഐസ് പിടിച്ച്. അപ്പോൾ നേരെ ഈ ബാബയുടെ ഗുഹയിലോട്ട് ചെന്ന്. അപ്പോൾ കേരളത്തിനാന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്ക് വലിയ കാര്യമാണ്. കാരണം മൂപ്പര് സൗത്ത് ഇന്ത്യയിൽ വന്നിട്ടുണ്ട്, കേരളത്തിൽ വന്നിട്ടുണ്ട്, ബംഗാളിൽ നിന്നുള്ള ആളാണ്. അപ്പോൾ ഒരു 3 മണിക്കാണ് മൂപ്പര് കുത്തിയിരുന്ന. ഒരു 3 മണിക്ക് എഴുന്നേറ്റ് കുറച്ച് മെഡിറ്റേഷൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് ചായ ഉണ്ടാക്കാൻ തുടങ്ങലാണ്. ഇപ്പോൾ ഒരു സ്റ്റൗ ഉണ്ട്, അതിൽ ഒരു കുന്തക്കാലിൽ ഇരുന്നിട്ട് ചായ ഉണ്ടാക്കുന്നത് 8 മണി വരെ. അതിലെ പോകുന്ന ഗുഹയുടെ അതിലെ പോകുന്ന ആൾക്കാർക്കൊക്കെ ചായ ചീത്ത പറയും, അവരെ വിളിച്ചിട്ട് ചായ കൊടുക്കും. ഇത് തന്നെ. അത് ശരിക്കും അദ്ദേഹത്തിൻ്റെ ഫേസ് കണ്ടാൽ അരവിന്ദ് ഘോഷിനെ പോലെ ഇരിക്കുന്നു. ക്രൈസ്റ്റിൻ്റെ അരവിന്ദ് ഘോഷിൻ്റെ ഒക്കെ ഒരു ചായയാണ്. അപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ 2-3 ദിവസം അവിടെ താമസിച്ചു. അതാണ് തപോവനം. അപ്പോൾ അത് തപോവനമാണ്. എന്നിട്ട്
നമ്മൾ അപ്പോഴാണ് മൂപ്പര് പറഞ്ഞ് ഇവിടെ നിന്ന് അപ്പുറത്ത് പോയാൽ നന്ദൻവൻ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, പക്ഷെ നീ ഇപ്പോൾ പോകണ്ട, ഇപ്പോൾ നിൻ്റെ ഒരു കണ്ടീഷൻ അതിന് പോകാൻ പറ്റിയതല്ല, അവിടെ വളരെ ഇനി ഒരിക്കലും വരുമ്പോൾ പോകാം എന്ന് പറഞ്ഞ്. പിന്നെ നമ്മൾ 2-3 ദിവസം അവിടെ താമസിച്ചിട്ട് തിരിച്ചു പോന്നു. പക്ഷെ അതിൽ ഏറ്റവും വലിയ രസം അത് കഴിഞ്ഞ് ഐസൊക്കെ അവിടെ വീഴാൻ തുടങ്ങിയപ്പോൾ ഈ ബംഗാളി ബാബ അവിടെ നിന്ന് ഇറങ്ങി പോന്നിട്ട് നമ്മളുടെ നാട്ടിൽ വരികയാണ്. എന്നെ അന്വേഷിച്ച് എൻ്റെ വീട്ടിൽ വന്ന്, അന്ന് നോയമ്പ് സമയമാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ താമസിക്കണം അദ്ദേഹം. വീട്ടിൽ താമസിക്കുമ്പോൾ അമ്മ വീട്ടിലെല്ലാവർക്കും നോയമ്പ്, പക്ഷേ ഇദ്ദേഹത്തിന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കും. അദ്ദേഹം നന്നായിട്ട് ഹിന്ദി പറയും. എൻ്റെ ഫാദർ നന്നായി ബോംബെയിലുണ്ടാകുന്നതിൽ ഹിന്ദി സംസാരിക്കും. മൂപ്പരാണെങ്കിൽ ഒരു 2 മുണ്ടും 1 ഷർട്ടും മാത്രമുണ്ട്. രാത്രിയാകുമ്പോൾ മുണ്ടും 1 ഷർട്ടും കൂടി വാഷ് ചെയ്തിടും. അത് കഴിഞ്ഞ് രാവിലെ ആകുമ്പോഴത്തേനും ഉണങ്ങിയിട്ടുണ്ടാകും. പിന്നെ ഒരു 3 മണിയാകുമ്പോൾ രാത്രി നേരം പുലർച്ചെ 3 മണിയാകുമ്പോൾ എൻ്റെ വാതിൽ മുട്ടും, എന്നെ വിളിക്കും. എൻ്റെ വരാന്തയിൽ കൊണ്ടുവരുന്നുണ്ട് ബ്രീത്തിങ്ങും പ്രാണായാമയുടെ ഇതും പഠിപ്പിക്കലാണ്. അതിനിടയിൽ ഞങ്ങൾ മൂന്നാർ പോയി. ഞാൻ പറഞ്ഞ എൻ്റെ വൈഫിൻ്റെ ജയന്തിയുടെ വീട്ടിൽ മൂന്നാർ പോയി. ചിന്നാർ, പറമ്പിക്കുളം കുറച്ച് ദിവസം പോയി ഞങ്ങൾ താമസിച്ചു. അങ്ങനെ കുറേ സ്ഥലങ്ങൾ പോയി. പുള്ളിക്ക് ഭയങ്കര കാര്യമായി. തിരിച്ചു പോവുകയും ചെയ്ത്. അപ്പോൾ അതിനിടെ കത്തുകൾ, അന്ന് ഫോണും ഒന്നുമില്ല, അപ്പോൾ എഴുത്തുകുത്തുകൾ ഇങ്ങനെ എഴുത്താണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഗൾഫിലോട്ട് കുറച്ച് ഒരു തവണ ഒരു എഴുത്ത് വന്നത് ഇങ്ങനെയായിരുന്നു: നമ്മുടെ ഗുഹ കുറച്ച് ഇടിഞ്ഞു, അപ്പോൾ ഞാൻ വേറെ സ്ഥലത്തോട്ട് മാറി, അവിടെ സ്നോ ലെപ്പേഡ് വരുന്നുണ്ട്, നീ വരുമ്പോൾ അങ്ങോട്ട് വരണം എന്ന് പറഞ്ഞു. പിന്നെ ഇവരൊന്നും കിട്ടിയില്ല. പിന്നെ ഞാനും ഇങ്ങോട്ട് പോന്നു. ഞാൻ പിന്നെ ഇപ്പോൾ വേറെ ഇതിൽ ഇങ്ങനെ പോയി. അപ്പോൾ കഴിഞ്ഞ വർഷം കുറച്ച് പേര് തൃശ്ശൂരിൽ നിന്ന് ഹിമാലയത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഇദ്ദേഹത്തിനെ കണ്ടു. അദ്ദേഹം വേറൊരു കേവിലാണ്. അപ്പോൾ മൂപ്പര് അവരോട് ചോദിച്ചു, ഇങ്ങനെ ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ, ഇങ്ങനെ ഒരു നസീർ ഉണ്ടായിരുന്നു, കാണണമെങ്കിൽ എൻ്റെ അന്വേഷണം എന്ന് പറയണമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഇത് കിട്ടി. അപ്പോൾ ഇനിയിപ്പോൾ ഒന്നും കൂടിയും പോകണം എന്നുള്ളൊരു ചിന്തയിലാണ് ഇപ്പോൾ മൂപ്പര്. പോയി ഒന്ന് കാണണം. പിന്നെ ഹിമാലയ യാത്രയെക്കുറിച്ചൊന്നും ഒരു കുറിപ്പുകളൊന്നും അങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് ആ ഓർമ്മകൾ, കാരണം ഇപ്പോൾ മുഹമ്മദ് അലി ഇല്ല, സഗീർ എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ സഗീറും കൂടിയും ഒന്നുകൂടിയും പോകണം. കാരണം ഹിമാലയം വിളിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇതുണ്ട്, അന്ന് പറയുന്നതാണ്. ഹിമാലയം നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് തടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ പോയിക്കൊണ്ടേയിരിക്കും. അതാണ് ഹിമാലയത്തിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇനി അടുത്തൊരു യാത്ര അങ്ങോട്ട് എനിക്ക് തോന്നുന്നു അടുത്ത സീസണിൽ, മിക്കവാറും അടുത്ത ഒക്ടോബർ അതേ മാസം തന്നെ യാത്ര ചെയ്യണമെന്നാണ്. തിരക്കുകളൊന്നും ഇല്ലാതെ കുറച്ച് ഒന്ന് പോയി ഞാനോ സഗീർ അങ്ങനെ 1-2 പേര് മാത്രമായിട്ട്. അല്ലാതെ ഹിമാലയം ഒരു കൂട്ടമായിട്ട് പോയി കാണണ്ടല്ല. ഹിമാലയം എന്നല്ല ഒരു സ്ഥലവും കൂട്ടമായിട്ട് പോയി കാണണ്ടല്ല. തനിച്ച് പോയി കഴിഞ്ഞാൽ നമുക്കത് അനുഭവിക്കാൻ പറ്റുള്ള സ്ഥലത്തിനെ കുറിച്ച് പോകാം. മറ്റൊരു കൂട്ടം മാത്രമായിട്ട് കാണാൻ പറ്റും. പണ്ട് സ്കൂളിൽ നിന്ന് എക്സ്കർഷൻ പോകുമ്പോൾ കൊച്ചിയിൽ കപ്പൽ കാണിക്കാൻ കൊണ്ടുപോകും കുട്ടികളെ, വരിയായിട്ട് ഇങ്ങനെ നിന്നിട്ട് അതാണ് കപ്പൽ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ ഇപ്പോഴത്തെ ഹിമാലയ യാത്രകളൊക്കെ പിന്നെ ഈസിയാണ് നമുക്ക് യാത്രകൾ ചെയ്യാനും. ഇപ്പോൾ GPS ഇതെല്ലാം വേണ്ടി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഒരു കാർ എടുത്ത് GPS സെറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഹിമാലയത്തിലെത്തി തിരിച്ചു വരാം. എവിടെയൊക്കെ ചായക്കടയുണ്ട്, എവിടെയൊക്കെ താമസിക്കാൻ പറ്റും. പണ്ട് അങ്ങനെയല്ല. അതിനെന്തൊരു യാത്രാനുഭവം കൊടുക്കാൻ പറ്റും. യാത്ര എന്ന് പറഞ്ഞാൽ നമ്മളൊരു യാത്ര, ഒരു കാറിന് ഇപ്പോൾ അല്ലെങ്കിൽ ബസ്സിന് ഒരു കാറിന് പോകുന്നു, വഴി തെറ്റി നമ്മളൊരു സ്ഥലത്ത് ഇറങ്ങി, അപ്പോൾ ഒരു ചായക്കട, അപ്പോൾ അവിടെ കയറി ചെന്ന്, ചേട്ടാ ഇവിടെ നമുക്ക് പോകാൻ ഇങ്ങനെ ഇന്നൊരു സ്ഥലത്ത് പോകണം, അപ്പോൾ ഒരു വഴി പറഞ്ഞു. പക്ഷേ അവിടെ ചിലപ്പോൾ ഒരാൾ നമ്മളെ കാത്തു നിൽക്കാനുണ്ടാവും, അയാളുടെ കാര്യങ്ങൾ, അയാളുടെ കഥ നമ്മളോട് പറയാൻ. അതായിരിക്കും നമ്മുടെ ആ യാത്രയുടെ ഏറ്റവും വലിയ അനുഭവം. അയാളുടെ ചിലപ്പോൾ വലിയ ദുരന്തമായിരിക്കും, അതിൻ്റെ സന്തോഷം, അത് നമ്മളിലോട്ട് ഇറക്കി വെച്ച് കഴിയുമ്പോൾ അയാൾക്ക് ഉണ്ടാകുന്നൊരു സന്തോഷം. അതാണ് ശരിക്കും യാത്രയുടെ അനുഭവം. ഇന്നതില്ല. ഇന്ന് GPS ആണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ GPS ചിലപ്പോൾ ഒരു ആണായിരിക്കും, ഒരു പുരുഷനായിരിക്കും, അല്ലെങ്കിൽ ഒരു സ്ത്രീ ആയിരിക്കും പറയുന്നത്. അവരാണ് നമ്മൾ ഇങ്ങോട്ട് പോകാൻ പാടില്ല, അങ്ങോട്ട് നീങ്ങാൻ പാടില്ല, ഇവിടെ നിൽക്കാൻ പാടില്ല, അവിടെ പോകാൻ പാടില്ല. ഇതെന്ത് യാത്ര ഇത്? അത് നമുക്ക് ടൗണിൽ വഴി തെറ്റിയാൽ നമുക്ക് നമ്മളൊരു യാത്ര ചെയ്യാൻ പോകുമ്പോൾ യാത്രികനാവുക, യാത്രയുടെ എല്ലാ ഭാഗവും അനുഭവിക്കുക. അത് ബാക്ക് പാക്കേഴ്സിനെ, പുറത്തുനിന്ന് വരുന്ന ബാക്ക് പാക്കേഴ്സൊക്കെ അങ്ങനെയാണ്.
അവരില്ല. ഇന്ന് ചെറുപ്പക്കാരിലധികം ഇഷ്ടമായ യാത്രയെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവരൊക്കെ അധികം വാഹനങ്ങളാണ്, ബൈക്കിൽ യാത്ര ചെയ്യുന്നത്, അത് കൂട്ടുമായിട്ട് പോകുന്നത്. അപ്പോൾ പോകാം, യാത്ര ചെയ്യാം. പക്ഷെ എന്നാലും നമ്മൾ ഒറ്റയ്ക്ക് കുറേ യാത്രകൾ ചെയ്യും, അല്ലെങ്കിൽ 2 പേര് നിങ്ങൾ യാത്ര ചെയ്യും. ഒരു GPS ഒന്നുമില്ലാത്ത കുറച്ച് നേരം ഫോണൊക്കെ മാറ്റി വെക്കുക, എല്ലാം മാറ്റി അങ്ങനെ ഒരു യാത്ര ചെയ്ത് തിരിച്ചു പോവാം. അനുഭവങ്ങൾ അതാണ് വേണ്ടത്. അപ്പോൾ അനുഭവങ്ങൾ നമുക്ക് കുറവാണ്, നമ്മൾ കൃത്യമായിട്ട് ഉണ്ടാക്കുകയാണ്. അത് ഈ പറഞ്ഞ പോലെ ഇവർ നിയന്ത്രിക്കുന്ന നമ്മുടെ ഏറ്റവും ആധുനികമായിട്ടുള്ള സംവിധാനം വെച്ചുണ്ടാക്കുന്ന അനുഭവങ്ങളാണ്. അതാണ് ഞാൻ പറയുന്നത്. കാളവണ്ടി യുഗത്തിലോട്ട് പോകാനല്ല പറയുന്നത്. പക്ഷേ ഒരു യാത്രാനുഭവം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നമ്മൾ പോകുന്ന വശങ്ങളിലുള്ള ആൾക്കാരായിട്ട് സംവാദിച്ച് അവരുടെ ജീവിതം മനസ്സിലാക്കി, അല്ലാണ്ട് ഇവിടുന്ന് പുറപ്പെട്ട് കാശ്മീരെത്തി, അല്ലെങ്കിൽ ഇവിടുന്ന് പുറപ്പെട്ട് ഡൽഹി വരെ, ഇവിടുന്ന് പുറപ്പെട്ട പിന്നെ ഡൽഹി നിർത്താം, അതിൻ്റെ ഇടയിലുള്ള ഹോട്ടലുകളിലും അവരുടെയൊക്കെ നമ്മൾ താമസിക്കും, വേറെ ഒന്നും ഉണ്ടാവില്ല നമുക്ക്. ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ ചിലപ്പോൾ ഒരു സ്ഥലത്ത് റൂം എടുക്കാൻ പറ്റുമ്പോൾ റൂം ഉണ്ടാവില്ല, അപ്പോൾ വേറെ സ്ഥലത്ത് ചിലപ്പോൾ ഒരു കടയുടെ, നമ്മളൊക്കെ അങ്ങനെ കിടന്നിട്ടുണ്ട്, കടയുടെ തിണ്ണുകളിലൊക്കെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് നമ്മളൊക്കെ. എന്ന് വെച്ചാൽ കടയുടെ തിണ്ണയിൽ പോയി കിടക്കാനല്ല പറയുന്നത്, അനുഭവം വേണം സ്വന്തമായിട്ട്. നമുക്ക് ഒരാളോട് പറയുമ്പോൾ നമുക്ക് ഇത് ചെയ്യാൻ. പിന്നെ നേരത്തെ പറഞ്ഞ ആരൊക്കെയോ നമ്മളെ എവിടേക്കോ കാത്തു നിൽക്കുന്നുണ്ട്, അപ്പോൾ അവരൊക്കെ അടുത്ത് നമ്മൾ എത്തിയേ പറ്റൂ. അപ്പോഴേ നമ്മുടെ ലൈഫും നമ്മുടെ യാത്രയൊക്കെ ഒന്നാവുള്ളൂ. ഒരു വന്യജീവി ഫോട്ടോഗ്രാഫർ എന്ന് പറഞ്ഞാൽ വനങ്ങളെയും പുഴകളെയും എല്ലാത്തിനെയും സംരക്ഷിക്കാനും കൂടി ബാധ്യസ്ഥരാണ്. അതാണ്, എന്നാലേ വന്യജീവി ഫോട്ടോഗ്രാഫർ ആവുള്ളൂ. കാരണം ഞാൻ കടലിൻ്റെ പ്രദേശത്ത് ജനിച്ച ഒരാളാണ്. ഞാൻ വന്യജീവി ഫോട്ടോഗ്രാഫറാണെന്ന് പലരും പറയുന്നു. ഇപ്പോൾ രാവിലെ ഞാൻ ക്യാമറയായിട്ട് കിഴക്കോട്ട് യാത്ര ചെയ്യാണ്, പശ്ചിമഘട്ടത്തിലോട്ട്. അപ്പോൾ ഞാനൊരു ഫോട്ടോഗ്രാഫർ തീരണമെങ്കിൽ അവിടെ പശ്ചിമഘട്ടം നിൽക്കണം. ഇന്ന് രാവിലെ എഴുന്നേറ്റ് അവിടെ ചെന്നപ്പോൾ പശ്ചിമഘട്ടം ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എവിടെ ഫോട്ടോഗ്രാഫറാണ്? അപ്പോൾ അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണത്. കാരണം പശ്ചിമഘട്ടം ഇപ്പോൾ മൊത്തം നമ്മൾ അടക്കി ഇങ്ങനെ പൊളിച്ച് അടക്കുന്ന ഒരു രീതിയായിക്കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ വീടുകൾ, നമ്മളുടെ ബിൽഡിങ്ങുകൾ, ആവശ്യമില്ലാത്ത മുറികൾ, ഇതൊക്കെ അതാണ്. അപ്പോൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചുരുങ്ങിയ രീതിയിലുള്ള അത്തരം കാര്യങ്ങൾ ചെയ്യുക. പിന്നെ എനിക്ക് ആകെ പ്രതീക്ഷ ഉള്ളത് കുട്ടികളിലാണ്. സ്കൂളിൽ, കോളേജിൽ എല്ലാം ഉള്ള കുട്ടികൾ, അവരുടെ അടുത്ത് ഞാൻ എപ്പോഴും പോകുന്നുണ്ട്, അവരോട് ഞാൻ സംസാരിക്കാറുണ്ട്. കാരണം നമ്മൾ എഴുതിയത് പലരും ഇതിലും പഠിക്കാനുണ്ട്, പലർക്കും പഠിക്കാനുണ്ട്. അപ്പോൾ അവർ നമ്മളെ വിളിക്കും, നമ്മളവരുടെ കൂടെ ഇത് ചെയ്യും. പലപ്പോഴും അവർ മിക്ക ദിവസവും കുട്ടികൾ നമ്മളെ ഫോണിൽ വിളിക്കാറുണ്ട്, സാർ നമ്മൾ ഇന്ന് വീട്ടിൽ ഇന്ന മരം നട്ടു, അല്ലെങ്കിൽ ഇന്ന ചെടി പൂത്ത് കായുണ്ടായി. ഒരുപാട് ആൾക്കാർ അങ്ങനെ, കുട്ടികളങ്ങനെ വിളിക്കാറുണ്ട്. അപ്പോൾ നമ്മളുടെ സംരക്ഷണം, ഈ പ്രകൃതി സംരക്ഷണം നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങുന്നുണ്ട്, അല്ലാതെ സമരങ്ങളിൽ നിന്നല്ല. നമ്മളുടെ വീട്ടിൽ നിന്ന് നമ്മൾ വെള്ളം എങ്ങനെ ഉപയോഗിക്കുന്നു, മുറ്റം എങ്ങനെ ഉപയോഗിക്കുന്നു, മണ്ണുണ്ടോ വീട്ടിൽ ചവിട്ടി നടക്കുന്നത്. കാരണം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ മണ്ണിൻ്റെ അടിയിലെ കുഴിച്ചിട്ട് മൂടുള്ളൂ. നമ്മൾ സിമെൻറ്റിൽ ഇപ്പോൾ മണ്ണ് ചവിട്ടാത്ത കുട്ടികളവരുണ്ട് ഗൾഫിലൊക്കെ. ഈ പറഞ്ഞ പോലെ ഗൾഫിലൊക്കെ മണ്ണ് ചവിട്ടാത്ത കുട്ടികളുണ്ട്, കാരണം അങ്ങനെ വളർത്തുന്നത്. എന്നിട്ട് ഞാൻ കുറച്ചു കാലം ഗൾഫിലുണ്ടായിരുന്നതാണ്, അപ്പോൾ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. ഇവിടെ നമ്മൾ പറയും നമുക്ക് പുഴയോരത്ത് വീട് ഉണ്ടാവും. ഇപ്പോൾ ഇനിയിപ്പോൾ പുഴയോരം എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് പേടിയാവും, കാരണം പ്രളയം വന്നതുകൊണ്ട് ഇപ്പോൾ പുഴയോരത്തു നിന്നൊക്കെ ആൾക്കാർ ഓടാൻ തുടങ്ങി. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയ ഇതാണ്. കാരണം അതിന് നമ്മളനുഭവിക്കണം. പക്ഷേ നമ്മുടെ കുട്ടികളെന്തിന് അനുഭവിപ്പിക്കണം? നമ്മളുടെ ഫ്യൂച്ചർ അവരുടെ കയ്യിലാണ്. അവരെന്തിന് നമ്മൾ ബുദ്ധിമുട്ടിക്കേണ്ടത്? ഈ പുഴ മാറിയൊന്നും ഒഴുകിയില്ല, പുഴ പണ്ട് ഒഴുകിയ സ്ഥലത്ത് കൂടെ തന്നെ ഒഴുകി, പുഴ കയ്യേറിയ മൊത്തം പുഴ അടിച്ചു കൊണ്ടുപോയി. അത് ഇനിയും ചിലപ്പോൾ ആവർത്തിക്കും. നമ്മുടെ സ്വഭാവം നമ്മൾ പ്രകൃതിയോട് ഇടപഴകുന്നത് എങ്ങനെയാണ്? ഏറ്റവും സീരിയസ് ആയിട്ടുള്ള വിഷയം അതാണ്. ഇപ്പോൾ ഇവിടെ പത്രങ്ങളിലൊക്കെ കുട്ടികൾ ഒഴിക്കുന്നു എന്നല്ല, നമ്മളിവിടെ എങ്ങനെ ജീവിക്കുന്നുള്ളതാണ് ഏറ്റവും സീരിയസ് ആയ വിഷയം. നമ്മൾക്ക് എങ്ങനെ ശ്വസിക്കാൻ പറ്റും, നമുക്കെങ്ങനെ വെള്ളം എടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഒരു സൈഡിൽ നിന്ന് പശ്ചിമഘട്ടം പൊളിച്ചുകൊണ്ട് വരും, ഒരു സൈഡിൽ നിന്ന് കടൽ തുറന്നുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ കേരളം ആകെ ഒരു സൈഡ് കടലും ഒരു സൈഡും പശ്ചിമഘട്ടം നിൽക്കുന്നു. കേരളം രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ പൊളിച്ച് അവസാനം ഒന്നുമില്ലാതാവും. ഖനനങ്ങൾ രണ്ട് സൈഡിൽ നിന്നും ഖനനമാണ്, കരിമണലായാലും പാറയായാലും. അപ്പോൾ കേരളം നമ്മളിങ്ങനെ ചുരുക്കിക്കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ ഉത്തരവാദികൾ നമ്മൾ രാഷ്ട്രീയക്കാരെ, നമ്മളെ ഭരിക്കുന്നവരെയൊക്കെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളും കൂടിയാണത്. നമ്മൾ ഉണ്ടാക്കുന്ന ഓരോ കാര്യങ്ങൾ, നമ്മൾ അനാവശ്യമായിട്ട് പണിയുന്ന ഓരോ റൂമുകൾ, നമ്മളുടെ മുറ്റങ്ങൾ ടൈൽസ് ചെയ്യൽ, റോഡ് അനാവശ്യമായിട്ട് നല്ല ഇപ്പോൾ എവിടെ നമുക്ക് ഒരു മണ്ണിൻ്റെ റോഡ്, ഒരു ഗ്രാമീണ പാത നമുക്ക് കാണാൻ പറ്റും. ഒക്കെ ഇത് കോൺക്രീറ്റ് ചെയ്ത് ചൂട് സഹിക്കാൻ പറ്റുമോ? അവിടെ ഒട്ടും പറ്റില്ല. ചെറിയ ജീവികൾക്കൊന്നും ഇത് അവരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ, വെള്ളം ഉണ്ടാവുള്ളൂ. ഇത് വെള്ളമൊക്കെ വലിച്ചെടുക്കുകയാണ്. ഇത്തരം ബിൽഡിങ്ങുകളും ഇതെല്ലാം ഇതൊക്കെ വേണം. പക്ഷെ ആവശ്യത്തിന് നമ്മൾ അനാവശ്യത്തിന് ഓരോന്നും ഇത് ചെയ്യുന്നത്. അപ്പോൾ
അപ്പോൾ എനിക്ക് ഉള്ളൊരു പ്രതീക്ഷ നമ്മളെ കുട്ടികളാണ്, അവർക്ക് വേണ്ടി ചെയ്യണം. നമ്മുടെ വിദ്യാഭ്യാസത്തിൽ കാര്യമായ മാറ്റങ്ങൾ വരുന്നത്. നമ്മളിപ്പോഴും പണ്ടത്തെ ചരിത്രമൊക്കെ പഠിക്കുക, മറ്റേ ഇവർ തിമൂർ മറ്റേ ഇത് ആക്രമിച്ച് നെപ്പോളിയൻ വന്ന് ഇന്ത്യ ആക്രമിച്ചു. അതിനെക്കാട്ടും പ്രധാനപ്പെട്ടാണ് ഇവിടുത്തെ മലനിരകളും ഇതൊക്കെ വെള്ളമൊക്കെ നിലനിർത്തേണ്ട സാധനം. അതിന് പ്രാധാന്യം കൊടുക്കണം വിദ്യാഭ്യാസത്തിൽ. കുട്ടികളെ പ്രതീക്ഷയുള്ളൂ, അത് നല്ല രീതിയിൽ. അതുപോലെ ഫോട്ടോഗ്രാഫേഴ്സ് ആയാലും നമുക്ക് പറയാനുള്ളത് അത്തരം കാര്യങ്ങൾ, അവർ ഒരുപാട് പേര് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ശക്തമായിട്ട് തെറ്റ് കണ്ട തെറ്റെന്ന് പറയണം. ഏതായാലും ഗവൺമെൻറ് തലത്തിലായാലും ഏത് തലത്തിലായാലും തെറ്റിന് നമ്മളങ്ങനെയാണ്. നമ്മുടെ ഭാഗത്ത് സത്യം ഉണ്ടെങ്കിൽ ആരുടെ മുമ്പിൽ നമുക്ക് തുറന്ന് നട്ടിൽ നിവർത്തി നിൽക്കുക. സത്യത്തിൻ്റെ വേണ്ടി നമുക്കിത് അത് വിജയിക്കുള്ളത് നല്ല വിശ്വാസമാണ്. നമ്മൾ ഒരാളെയും ഇത് ചെയ്യാനോ ഇത് അട്ടിമറിക്കാനോ അതിനൊന്നുമല്ല പോകേണ്ടത്. നമ്മളുടെ സമരങ്ങൾ നമ്മൾ വീട്ടുമുറ്റത്തു നിന്ന് തുടങ്ങേണ്ടത്, നമ്മളെ വീടിൻ്റെ അകത്തുനിന്ന് തുടങ്ങണം. അതിനാണ് കുട്ടികളെ പാകപ്പെടുത്തേണ്ടത്. അതിന് കുട്ടികളെ നമ്മൾ ബോയിലർ ചിക്കൻ പോലെ വളർത്തിക്കൊണ്ട് പുറത്ത് ഇറങ്ങാം. എന്തിനെ പേടി? കാറ്റിനെ പേടി, മണ്ണിനെ പേടി, ചെളീനെ പേടി, വെള്ളത്തിനെ പേടി, അങ്ങനെ ആക്കിക്കണ്ട്. അവസാനം എന്ത് വന്ന് കഴിഞ്ഞ നമ്മുടെ പ്രളയം നമ്മളെല്ലാവരെയും കൂടി പേടിപ്പിച്ച്. അപ്പോൾ അതിനെ ആവർത്തിക്കരുത്. അപ്പോൾ അതിന് നമ്മൾ ഓരോ ആൾക്കാരും ബാധ്യസ്ഥരാണ്. അതായത് എല്ലാം ഗവൺമെൻറ്റിൻ്റെ ഇതിൻ്റെ മേലെ വനംവകുപ്പിൻ്റെ മേലെ ചുമത്തലല്ല. അതല്ല, വളരെ പ്രധാനപ്പെട്ട വകുപ്പ്, ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഏതാണെന്ന് വെച്ചാൽ വനംവകുപ്പ് തന്നെയാണ്. കാരണം നമ്മൾക്ക് വെള്ളം ശുദ്ധവായും തരുന്നത് തന്നെ. അപ്പോൾ അതിന് വേണ്ട സംവിധാനങ്ങൾ ഇവിടെ വേണം. അവിടുത്തെ താഴെ തലത്തിലുള്ള സ്റ്റാഫിന് ജീവിക്കാനുള്ള മാർഗങ്ങൾ, അവർക്ക് വേണ്ട വെപ്പൺസ്, അവരെ കുടുംബം അവർക്ക് വന്ന് അവരുടെ ഒപ്പം ജീവിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഈ സംരക്ഷകർക്കും വേണം വനംവകുപ്പിലുള്ള. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഈ കാടിനെ സംരക്ഷിക്കേണ്ടതും. നമ്മുടെ കുട്ടികൾക്ക് അങ്ങനെ ഒരു തലമുറ, അങ്ങനെ നല്ലൊരു തലമുറ ഉണ്ടെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ ഭാവിയിൽ നമുക്ക് ഇതൊക്കെ ഇനിയും നിലനിൽക്കും. എന്നാലും എനിക്ക് പ്രതീക്ഷയുണ്ട്, കുട്ടികളിൽ പ്രതീക്ഷയുണ്ട്. അതാണ്.